തന്നെ പീരിയുടെ വക ഒരു ഗ്ലാസ് ചിയാ സീഡ് വാട്ടറും കുടിച്ചുകൊണ്ട് എന്റെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. തലേന്നത്തെ മഴയും കറണ്ട് പോക്കും കാരണം ഞാൻ പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് മാവ് ഒന്നും അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് ഒരു ചപ്പാത്തിയും വാങ്ങിച്ച് കുറച്ച് വെള്ളച്ചമ്മന്തി അരച്ച് അതിന്റെ കൂടെ തന്നെ 2 ഓംലെറ്റും കൂടെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. പണ്ടൊക്കെ എന്റെ വീട്ടിലെ സ്ഥിരം അത്താഴമാണ് ഈ ചപ്പാത്തിയും ചമ്മന്തിയും. അപ്പൊ എന്നെ പോലെ ഈ കോമ്പോ ഇഷ്ടമുള്ളവരും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ബാക്കിയുള്ള ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറും രസവും വഴുതനങ്ങ മെഴുക്കുരട്ടിയും നമ്മുടെ ചുമന്ന മീനില്ലേ കിളിമീൻ, അത് തക്കാളി ഇട്ട് തേങ്ങ അരച്ച് വെച്ച് മീൻകറിയും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ചോറ് കഴിച്ച് തീരാറായപ്പോഴാണ് ഏട്ടൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞത് അപ്പ അവിടെ 2 പൊതി കൊണ്ട് വെച്ചേക്കുന്നത്, ഒരെണ്ണത്തിനകത്ത് ബിരിയാണിയാണ് പോലും. ചോറാണെങ്കിൽ തിന്നും പോയി ബിരിയാണി ഒട്ട് തിന്നാതിരിക്കാനും പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. പിന്നെ ഒരു പൊതിക്കകത്തുള്ള സ്വീറ്റ്സിനകത്ത് നിന്ന് 1-2 കടി കടിച്ചിട്ട് അങ്ങ് തിരിച്ചു കൊടുത്തിട്ട് എന്റെ കോൺസെൻട്രേഷൻ മൊത്തം ഞാൻ ചിക്കൻ ബിരിയാണിക്കകത്ത് കൊടുത്ത് കുറച്ച് ചിക്കൻ ബിരിയാണി അങ്ങ് തിന്ന്. പിന്നെ വൈകിട്ട് പുറത്തുപോയി നനഞ്ഞു കുളിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല ചൂട് കപ്പയും ചമ്മന്തിയും കട്ടൻ ചായ കിട്ടുമെന്ന് അങ്ങനെ അതും കഴിച്ചു. രാത്രി നല്ല കിടക്കാച്ച മഴ ആയതുകൊണ്ട് എന്നെ ചൂടോടുകൂടി നല്ല പൊറോട്ട കഴിക്കാൻ തോന്നിയിട്ട് ഏട്ടനെ പറഞ്ഞിട്ട് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ മേടിപ്പിച്ചിട്ട് അതും കഴിച്ചിട്ട് നേരെ കയറി കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ബൈ.